Assalamualaikum. Welcome to my YouTube channel. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് പോകാനുണ്ട്. പക്ഷേ രാവിലെ തന്നെ നല്ല മഴയാണ്. ഉച്ചയായിട്ട് മഴക്കൊരു കുറവുമില്ല കേട്ടോ. പക്ഷെ ഇനിയും വെയിറ്റ് ചെയ്ത് നിന്നാൽ ഞങ്ങൾ പ്ലാനിങ് ഒന്നും നടക്കില്ല എന്ന് കരുതി ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. നമ്മളെങ്ങോട്ടാ പോണിപ്പോ? സൈക്കിൾ മാർട്ട് അല്ലേ? നിനക്ക് സൈക്കിൾ നോക്കാനാ? പൈസ ഉണ്ടോ അടുത്ത്? ആദ്യം പോയി നോക്കാം, അവിടെ കണ്ട് പോരാ. എത്ര വലിപ്പമാണെന്ന് പറയും. ഒരു കുറച്ച് വലുതല്ല, കുറച്ച് വലുതേ, കുറച്ച് വലുതായിക്കോട്ടെ. ഇത് എത്തും എനിക്ക്. ഞങ്ങളിപ്പോൾ മുസ്തഫാക്കാൻ്റെ വീട്ടിലൊക്കെ പോയി ഹോം ടൂറൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഐശോനൊരു സൈക്കിൾ നോക്കാൻ വേണ്ടി മഞ്ചേരിയിലുള്ള ബൈഡൻ സൈക്കിൾ മാർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതൊരു 8 വയസ്സ്. ഇത് ഇതൊക്കെ യെല്ലോ ജസ്റ്റ് നോക്കാം. അത് കാറ്റില്ലേ? ഇത് എത്ര വരുന്നേ? ഞങ്ങൾ ഓൺലൈനിൽ 1-2 സൈക്കിൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലത്തെ ഇത് ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് അറിഞ്ഞു വെക്കണമല്ലോ. അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അതിന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. കാലത്തുണ്ടോ തന്നെ വരിക അന്ന് പ്രശ്നം വീഴാൻ പോകുമ്പോൾ കാല് അതിനപ്പോൾ അവരോട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാണ് കേട്ടോ. ആ നേരം കൊണ്ട് ഐഷ അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സൈക്കിൾ മുള്ളി മാറി മാറി കയറി നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ അവിടെ ബൈക്ക് ഉണ്ടല്ലോ, ചെറിയ കുട്ടികളെ സ്കൂട്ടർ, ബൈക്ക്, അങ്ങനെ എല്ലാത്തിലും കയറി ഇറങ്ങി നടക്കുക കേട്ടോ ഒക്കെ പണി. പിന്നെ ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ. മുകളിൽ കുറേ ടോയ്സാണുള്ളത്. പിന്നെ ചെറിയ കുട്ടികളുടെ വണ്ടിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ബേബി ചെയർ അതുപോലുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുറേ ഗെയിമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലൊന്ന് കയറി നോക്കിട്ടോ. ഈ ഒരു ഫിഷിൻ്റെ ഗെയിമിൻ്റെ കിറ്റ് ഉണ്ടല്ലോ, ഇതായിഷോ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും വാങ്ങി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല തിരക്ക് കൂടിയിട്ടോ. ഇപ്പച്ചക്ക് സൈക്കിളോ? ആരറിഞ്ഞേ? ഞങ്ങൾ വിചാരിച്ച അത്ര ടൈമൊന്നും അവിടെ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് മൂത്തമ്മാൻ്റെ വീട്ടിലും കൂടി ഒന്ന് പോകാമെന്ന്. അങ്ങനെ പോണ വഴിക്കാണ് മാങ്ങ കണ്ടത് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി അതിന് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ അങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊരു ചാറ്റൽ മഴയുള്ളൂ. പക്ഷെ നല്ലൊരു മഴക്കുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല ഇരുട്ട് മൂടി വരുന്നുണ്ട്, നല്ല മഴ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചായ വേണല്ലേ? ചായ വേണം. അതൊക്കെ നോക്കിയോളൂ. കടി വേണം. കടി വേണം, ആയിക്കോട്ടെ. അതൊക്കെ ഞാൻ വാങ്ങി തരും. വണ്ടിക്ക് എടുത്താൽ പോരെ? വണ്ടിയിൽ കുടിച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നമ്മളെ തല്ലും. കാരണം എന്താന്നോ, ഗ്ലാസ് നമ്മൾ കൊണ്ടുപോലേ, ഗ്ലാസ് ഉണ്ടാവും.
ഞാൻ തിന്നിട്ടില്ല. നമുക്ക് ഇട്ടാലോ? കട്ട്ലറ്റ് ഉണ്ട്. ഈ ലാസ്റ്റത്തെ ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീട്ടിലേക്കും കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വാങ്ങിയത്, അല്ലെങ്കിൽ ചൂടാറില്ലേ. അപ്പോൾ അവിടെ വീട്ടിലെത്താൻ നേരത്താണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അവിടെ ഞങ്ങളൊരു വെറൈറ്റി സ്നാക്ക് കണ്ടപ്പോൾ ഞങ്ങളും കൂടി അതൊന്ന് വാങ്ങി ട്രൈ ആക്കി കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് വലിയ ഒരു കോളില്ലായിരുന്നു, പക്ഷെ എന്നാലും അതൊന്ന് നോക്കാൻ വിചാരിച്ചേ. എന്നുണ്ട് നല്ല ചക്കണ്ട് ചക്ക കൊണ്ടുപോകും. ഞാൻ കൊണ്ടുവച്ചാൻ കുടിച്ചു ഞാൻ തരാം. ആ പോകുമ്പോ നോക്കാം. നല്ല ചക്ക ആയിക്കോട്ടെ. ഞാൻ ഇതിനെ കണ്ടിട്ടന്നല്ലല്ലോ ഞാളെ പഠിച്ചോനെ ഈ ഓണാണ് മറ്റേ നിങ്ങൾ ഇട്ടതാണോ ചാടിയതോ? ചാടിയ കാര്യം കൊണ്ട് ഇടിക്കാണേ. അതാണ് ഇങ്ങനെ പൊട്ടിക്കണല്ലേ? ചാടി പൊട്ടിയുള്ളത് അതുണ്ടോയി? വേറെ ഉണ്ടോ? മഞ്ചേരിക്ക് പോന്നാണ്. അപ്പൊ ഉമ്മാനെ വിളിച്ചു. ഞാന് ഉമ്മാനെ ഉമ്മാനെ വിളിച്ചാണ്ട് അല്ല ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നുണ്ടായില്ല. അപ്പൊ ഇങ്ങോട്ട് വരുമോ? അതല്ല മഞ്ചേരിന്നാണ് അപ്പൊ ഇമ്മ മരിച്ചോടത്തൊക്കെ കുഞ്ഞിപ്പ് മരിച്ചു. നമ്മളെ താഴത്തെ സൂചി കുഞ്ഞിപ്പൂല്ലേ കുഞ്ഞിപ്പൂല് കുഞ്ഞാണ്ട് കുഞ്ഞാനൊക്കെ അല്ലേ? ഓന് കാക്കൂടെ എന്റെ കാക്കൂടെ ഓല്ലേ ഒളിച്ചിക്കണേ. എപ്പോഴാണാവോ ആ കല്യാണക്കാൻ അറ്റ മുതൽ ശ്രദ്ധിച്ചോട്ടോ. ആ കുട്ടികളെ അവിടെ ഇല്ലേനും തല പറഞ്ഞാ പോലെ ഇല്ലപ്പോ എന്റെ പേരോ? പേരെന്താ പറയാ? ഷാജാനോ? ഐറാന്? അയ്യാന്? അടിപൊളി. പിന്നെ ഇനി പോന്നോണ്ട് ഒരു ദിവസം രാവിലെ വന്നിട്ടേ നിക്കാനോ അങ്ങനെ തൊമ്പലും കൊണ്ട് പോകുന്നോണ്ട് അവിടെ കുട്ടികളുണ്ടല്ലോ കളിച്ചാനൊക്കെ. ദിവസമായി വരണം ഇങ്ങനെ കേറിട്ടേ കൂടണ്ടേ ആർക്ക്? പിന്നെ വേണ്ട, കുഴപ്പമില്ല, ആയിക്കോട്ടെ. ഞങ്ങൾ പോയിട്ട് അസ്സലാമു പോരുമ്പോൾ ഞങ്ങൾ ബഡ്ജറ്റിലൊന്ന് കയറിയതാണ് കേട്ടോ, ആഴ്ച കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. ചെറുത് മതി. ഇത് നോക്കി വേണ്ട, ഇതാണ് നോക്കി ഇഷ്ടത്തെ. ഇത് മതിയോ? അത് മതി. എന്തോ ഭംഗിയുണ്ട്, കണ്ടു കുത്തല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇഷ്ടട്ടിനോലോ കണ്ട, അതിമ്മ കൊറേ ആൾക്കാര് കൂടുതലാണ്. ഇതാണ് ഓൾക്ക് ആദ്യം ഇഷ്ടം. അപ്പൊ കൊടുക്കാനാ പറഞ്ഞു. പോലെ ചെറിയ എന്തെങ്കിലും കൊടുത്തോ? ഒന്നും വേണ്ട അറിയില്ലേ? എന്നാലും ഇല്ല, ഉരുളക്കിഴങ്ങ് കഴിഞ്ഞാണ് ഓൾക്ക് സ്കൂൾക്ക് വേണ്ടി. ഇതിൻ്റെ ഉള്ളില് വൈറ്റ്, അത് റെഡാല്ലേ? വൈറ്റ് ഞങ്ങളൊന്നാണ് വാങ്ങിയ, വലിയ പിന്നെ വാങ്ങിട്ട് വേണ്ട. ഇപ്പൊ കൊറേ സാധനങ്ങൾ വാങ്ങിക്കും.
ഇത് കാണുമ്പോ നല്ല വെയിറ്റ് തോന്നില്ലേ? ഇത് എടുത്തോക്കാം. കാണുമ്പോ നല്ല വെയിറ്റ് ഇല്ലേ? ഗ്ലാസ് അല്ല അത്. ഇങ്ങനത്തെയാണ് മാമിൻ്റെ അടുത്തുള്ളത്. ഇത് ഈ വൈറ്റ് അല്ലേ? അതും കാനല്ല എടുത്തൊക്കെ. അതിന് നമ്മൾ ലിക്വിഡ് നിറക്കുമ്പോഴുള്ള കാനം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടാൽ മറ്റൊരു മാർബിളിൻ്റെ ഒക്കെ മാതിരി അങ്ങനെ തോന്നല്ലേ? അതൊരു പൊട്ടിക്കല്ല കേട്ടോ. ഇതെന്ത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടേക്കാം അല്ലേ? ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ പറ്റിയ ടേബിളിന് അത് കാനല്ല കേട്ടോ. ഇതൊക്കെ എടുത്തൊക്കെ കാനുണ്ടോന്ന്? അത് കാനുണ്ട്. ഇത് കാണല്ല. ഇത് ഫ്ലവർ പോട്ടാ തോന്നണില്ലേ? മാമിനെ കൊണ്ടുവന്നിട്ട് ഓലെ തീമില് പറ്റില്ലേ? ഇത് ഈ പാത്രങ്ങൾ ഇതൊക്കെ ഓലെ തീമിൽ പറ്റും. ഓക്കെ, ഇപ്പൊ ഓഫറിലുള്ളതേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിക്കൂലോ? ഞാൻ പറയാം കേട്ടോ. എന്തെങ്കിലും ഓഫറിലുള്ള ഇതാക്കണ്ട കേട്ടോ. ഓ ഭയങ്കര പൊടികൾ കേട്ടോ. പൈസ വെക്കണം. അതായത് വേറെണ്ടോ? എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇതാണ് എന്താണത്? പ്ലാസ്റ്റിക് പോട്ട് പർപ്പസ് എന്താ? നമ്മളെന്താണ് ആക്കണേ അതാണത്. ഇത് വലിച്ചോണ്ടുണ്ട്. അതാരാ? ശരിയാ. ഇതൊരു കടലതാ. ഇതിന്റെ മകളും ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്. ഇവിടെ ഇപ്പൊ ഉണ്ടേ നമ്മളാ ഫോട്ടോ ഗാന്ധിന്റെ ഒപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. ഇപ്പൊ അവിടെ ഇങ്ങനെ പോയി കട്ടായിട്ട് ബാസ്കറ്റ് വേടേ. വിശക്കുണ്ടോ? ഫുഡ് എന്നപ്പോൾ കഴിച്ചൂടെ? ബഡ്ജറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒടുക്കും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഫുഡ് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാനും പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ 1% ചാർജുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഞങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.